സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടേ നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. നല്ല ക്രീമി ആയിട്ടുള്ള ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു സവാളേൻ്റെ പകുതി. ഇനി എരിവിന് 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ ആ പച്ചമണം മാറുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് 2 പഴുത്ത മാങ്ങ എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സാക്കി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഇതുപോലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ആ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് നല്ല കട്ട തൈര്, പുളി കുറഞ്ഞതാണ് കേട്ടോ, ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി റെഡിയായി. അപ്പോൾ എങ്ങനെയാ, ട്രൈ ആക്കല്ലേ?